ഹായ് എവ്രി വൺ. കാനഡയിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്. മഞ്ഞുകൊണ്ട് മടുത്തിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ കിരണം പോലെ എത്തുന്ന സീസൺ. ഒത്തിരി പൂക്കളും ചെറിയ ചൂടുമൊക്കെയായി, പിന്നെ ഇടയ്ക്ക് കുറച്ച് മഴയും. പെർഫെക്റ്റ് വെതർ എന്ന് തന്നെ പറയാം. ഇന്ന് ഞങ്ങളുള്ളത് സിവിക് ഗാർഡൻ കോംപ്ലക്സിലാണ്. ചെറി ബ്ലോസം ബാക്ക്ഗ്രൗണ്ടാക്കി കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്ത് പിന്നെ ഒരു ഡിന്നറും കഴിച്ച് വീട്ടിലോട്ട് പോകാനായിരുന്നു പ്ലാൻ. ലണ്ടൻ ഒണ്ടാരിയോയിലുള്ള ഈ ഗാർഡൻ വളരെ പീസ്ഫുള്ളാണ്. ഭൂമിയിലെ ചെറിയൊരു സ്വർഗം എന്ന് തന്നെ പറയാം. ഇനി ചെറി ബ്ലോസം ഫോട്ടോയ്ക്ക് വേണ്ടിയാണെങ്കിൽ ലണ്ടനിൽ സ്പ്രിംഗ് ബാങ്ക് പാർക്കും ഐവി പാർക്കും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ചെറി ബ്ലോസം കാലത്തെ സക്യൂറ എന്ന പേരിലാണ് ജപ്പാനിൽ അറിയപ്പെടുന്നത്. കുറച്ച് സമയത്തേക്ക് മാത്രം പൂവിടുന്ന ചെറി പുഷ്പങ്ങൾ ആഘോഷിക്കാനും പരിപാലിക്കാനും ജാപ്പനീസ് ജനത ഇഷ്ടപ്പെടുന്നു. ചെറി പുഷ്പങ്ങൾ ക്ഷണികതയെയും മനുഷ്യജീവിതത്തെയും കുലീനതയെയും പ്രതീകപ്പെടുത്തുന്നു. ഹനാമി എന്ന പേരിൽ ഫ്ലവർ വാച്ചിങ് പാർട്ടീസും ജപ്പാനിൽ നടക്കാറുണ്ട്. പിന്നെ ഈ 2025 ഗ്രാജുവേറ്റ് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ രണ്ടുപേരും ഫോട്ടോ എടുക്കാനുള്ള ധൃതിയായി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ചങ്ങോട്ട് മുമ്പോട്ട് കടന്ന് നോക്കാമെന്ന് ഞങ്ങളും കരുതി. ഈ സമയത്ത് അത്യാവശ്യം തണുപ്പായി തുടങ്ങി കേട്ടോ. എന്നാൽ ഇവർ രണ്ടുപേരും ഫുൾ എനർജിയിലായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ ഉറങ്ങിയതുകൊണ്ട് രണ്ടുപേർക്കും പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഇൻട്രസ്റ്റിലായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഗോൾഡൻ അവർ ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ ഈ പാർക്കിലെത്തിയത്. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ സൺസെറ്റിന് ഒരു 1 അവർ മുമ്പുള്ള സമയം. ഇത് ബെസ്റ്റ് ലൈറ്റിംഗ് ഉള്ള സമയമാണ്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഫോട്ടോസ്, ക്വാളിറ്റി ഫോട്ടോസ് തരുന്ന ടൈമാണ് ഈ ഗോൾഡൻ അവർ. ഫോട്ടോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈമാണ് ഈ ഗോൾഡൻ അവർ എന്ന് തന്നെ പറയാം. നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. കാനഡയിൽ പലരും മോർഗേജ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാടിലാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന കാര്യമുണ്ട്. സ്റ്റോപ്പ് ആൻഡ് റിഫ്ലക്റ്റ്. നമുക്ക് ജീവിതത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വാട്ട് ഈസ് ദ റിയൽ പേർപ്പസ് ബിഹൈൻഡ് അവർ ലൈഫ്സ്? എന്നെക്കുറിച്ച് ക്ലോസായി അറിയുന്ന ചിലർക്കെങ്കിലും പറയാനാകും ഫോട്ടോഗ്രാഫി എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. എൻ്റെ ഫോണിൽ ഒരു 90% ഫോട്ടോസും എൻ്റെ കുഞ്ഞുങ്ങളുടെയാണ്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫോട്ടോസും. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എവറി ഇയർ ഫോൺ മെമ്മറീസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സന്തോഷം തരുന്ന കുറച്ച് ഓർമ്മകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഞാൻ വാല്യൂ ചെയ്യുന്നതാണ് ഇതുപോലെ ചെറിയ നേച്ചർ വാക്കും അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ. പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, അതായത് ഞങ്ങളുടെ സ്കൂൾ ടൈമിൽ മമ്മിയും എൻ്റെ അമ്മയും കൂടെ, അമ്മ എന്ന് പറഞ്ഞാലും മമ്മിയുടെ അമ്മയും കൂടെ ഞങ്ങൾ പാർക്കിലൊക്കെ വീക്കെൻഡ്സിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ് അവയൊക്കെ. ഇന്ന് അമ്മയില്ല എങ്കിലും ഈ ഓർമ്മകളൊക്കെ ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഡേ ടൈമിൽ ഞാൻ അത്യാവശ്യം ബിസിയാണെങ്കിലും പറ്റുമ്പോഴൊക്കെ ഞാൻ പിള്ളേരെ പുറത്തു കൊണ്ടുപോകാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കിഡ്സ് ഗ്രോ അപ്പ് ഫാസ്റ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിള്ളേർ പെട്ടെന്ന് വലുതാവും. പിന്നെ നമുക്കുള്ളത് ഈ മെമ്മറീസും ഈ കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊരു മടി കാണിക്കരുത് കേട്ടോ. പിന്നെ മെമ്മറി ഇല്ലെങ്കിൽ കുറച്ച് കാശ് കൊടുത്ത് മെമ്മറിയൊക്കെ മേടിച്ചിടാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസൃതം ഫോട്ടോ എടുക്കാം. വിശപ്പായി തുടങ്ങി എല്ലാവർക്കും. ഇനി തിരിച്ചു കയറിയേക്കാം. കയറണ അത്ര ഈസി അല്ലായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്